ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ മുട്ടക്കറി നമുക്ക് അപ്പം, ഇടിയപ്പം, ബ്രെഡ്, പുട്ട്, ചോറ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ തേങ്ങയും കശുവണ്ടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ കറി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തതെല്ലാം കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ട നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണ്. ഇത് മുട്ടക്കറിക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി. മുട്ടക്കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം, അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. തേങ്ങാപ്പിര, ഞാനിവിടെ ഒരു 5-6 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കശുവണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കശുവണ്ടി അരച്ച് ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കസ്കസ് അല്ലെങ്കിൽ പോപ്പീസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. പക്ഷെ എല്ലാവർക്കും കിട്ടാത്തതുകൊണ്ട് അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ പോപ്പീസിഡ് നമുക്ക് കിട്ടും, പക്ഷെ പുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും ഈ കശുവണ്ടിയുടെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. കറി താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 1/2 ടീസ്പൂൺ കടുക്, സവാള വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടി ചേർക്കുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടിയെല്ലാം മൂത്തൊരു നല്ല മണം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ പാനൊന്ന് മൂടി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചത് കുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1.5 തുടങ്ങി 2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ പാകം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാൻ ഒന്ന് മൂടി 2-3 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി പാൻ തുറന്ന് നോക്കാം. ഇപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം.
മുട്ട ചേർത്തതിന് ശേഷം കറി കൂടുതലൊന്നും ഇളക്കണ്ട, പാനിന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. പാനൊന്ന് മൂടി ഒരു 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. കൂടുതൽ സമയമൊന്നും വെക്കണം. കൂടുതൽ സമയമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോവും. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കറിയുടെ പുറത്തേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. അതിനുശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ രുചികരമായ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞ് ഇത് നമുക്ക് ചൂടോടുകൂടെ അപ്പം, ഇടിയപ്പം, പുട്ട്, ബ്രെഡ്, പൊറോട്ട, ചോറ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.